സ്പെഷ്യൽ എഡിഷൻ വണ്ടി പോലെ ഇറക്കിയാണ്. പക്ഷേ അഡീഷണൽ സ്കേർട്ടിങ്, സ്പോയിലർ, അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസും ചെയ്തിട്ടുണ്ട് അല്ലേ? ടാക്സിക്ക് പറ്റിയ വണ്ടി 20 മേലെ തന്നെ മൈലേജ് ഉണ്ടാവും അല്ലേ? ഇതിപ്പം ഇത് എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല നിലവിൽ. ഒന്നുമില്ല, സർവീസ് കഴിഞ്ഞു. ടയർ 4 ബ്രാൻഡ് ന്യൂ ആണ്. ബാറ്ററി പുതിയതാണ്. ഇൻഷുറൻസും നമ്മൾ ചെയ്തു കൊടുക്കും. ഫിറ്റിക്സ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അതിന്റെ ലുക്കേ മാറി. പിന്നെ ഈ കളറും റെയർ കളർ അക്വാമറൈൻ എന്ന് പറയുന്നത് കളർ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ നമുക്ക് അതിന് നമ്മൾ ടീം ടെക്കിന്റെ വ്യൂവേഴ്സിന് നമുക്കൊരു വണ്ടി പർച്ചേസ് സമയത്ത് ഫുൾ ടാങ്ക് ഫ്യൂവൽ നമുക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ചിന്നൂസ് യൂസ്ഡ് കാർസ്. വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്താണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം ഷിബിൻ ഭായിനെ. ബ്രോ, സ്വാഗതം. വെൽക്കം. ഷിബിൻ അല്ലേ പേര്? ഷിബിൻ. ഓക്കെ. എത്ര കാലം ഈ ഷോറൂം തുടങ്ങിയിട്ട്? ഇപ്പോൾ നമ്മൾ 24-ാം വർഷമാണ്. ഇപ്പോൾ 24-ാം വർഷം. അത്യാവശ്യം സേവന പാരമ്പര്യമുള്ള ആളുകളെ ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ ഇത് കോട്ടയം, അതായത് പാല ഏറ്റുമാനൂർ റൂട്ടാണ്. കറക്റ്റ് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? കുമ്മണ്ണൂർ അല്ല. ഇവിടുത്തെ പാലായ്ക്ക് എത്ര ഉണ്ട്? പാലായ്ക്ക് 5 കിലോമീറ്റർ. ഏറ്റുമാനൂരേക്ക് 12 കിലോമീറ്റർ. കുമ്മണ്ണൂരാണ് ലൊക്കേഷൻ, പാല ഏറ്റുമാനൂർ റൂട്ടിൽ. അപ്പോൾ 24 വർഷത്തെ സർവീസാണ്. വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്തെടുക്കാറ്? നമ്മൾ ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ്. അതായത് ഷോറൂമിൽ നിന്ന് ഹിസ്റ്ററി നോക്കിയാണ് എല്ലാ വാഹനവും പർച്ചേസ് ചെയ്യുന്നത്. ഷോറൂം പർച്ചേസ് തന്നെയാണ് അധികം ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യാറ്. പിന്നെ മാക്സിമം മോഡൽ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ വാഹനങ്ങളെ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ചെറിയ മൈന്യൂട്ടൊക്കെ നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കും. അതായത് ഗ്ലാസ്, ബമ്പർ, അല്ലെങ്കിൽ ഡോറ്, ബോണറ്റ് അങ്ങനത്തെ ഒക്കെ എടുക്കും. അല്ലാതെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്സ് ഒന്നും നമ്മൾ എടുക്കാറില്ല. ഫ്ലഡ് ചെയ്യാറില്ല. കിലോമീറ്റർ എപ്പോഴും ജെനുവിൻ ആയിരിക്കും. ആ വകയെല്ലാം നമുക്ക് ഫുൾ ഗ്യാരണ്ടിയോടെ നമുക്ക് കൊടുക്കാം. മാത്രമല്ല 2015 മേളിലേക്കുള്ള വാഹനങ്ങൾക്ക് നമുക്ക് 1 വർഷം എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും 15 മേളിലേക്കുള്ള എല്ലാ സെഗ്മെന്റും ഡീൽ ചെയ്യുന്നുണ്ടോ? എല്ലാ സെഗ്മെന്റും ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കോട്ടയത്ത് കയറ്റി ആകെ അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈസ് നല്ല പൊടിച്ച് കൊടുക്കാൻ പറ്റുമോ? മാക്സിമം നമ്മൾ വില കുറച്ച് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ഏറ്റവും കുറഞ്ഞ പൈസ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യ വാഹനം ഹ്യുണ്ടായ് i20 ആണ്. KL 5 കോട്ടയം വണ്ടി തന്നെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ വരുന്നത്. മാഗ്ന പ്ലസ് വേരിയന്റ് ആണ്. മാഗ്ന പ്ലസ്. ഓക്കെ. അത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. മാഗ്ന ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ല? എല്ലാം ഉണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം ഉണ്ടാവും. എല്ലാം വരും. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ. 19 ലാസ്റ്റ് ആണല്ലേ? 12-ാം മാസം ലാസ്റ്റ് വണ്ടിയാണ്. ബാക്കി കിലോമീറ്റർ ഓടിക്കുന്നത് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. പ്രോപ്പർ സർവീസ് ഉണ്ട്. അതായത് ഇയർലി സർവീസ് ഉള്ള വാഹനം. അതെ. ആ വർഷം വെച്ചിട്ട് ആ കിലോമീറ്ററിനുള്ള ഓടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇയർലി എടുത്ത് ചോദിച്ചത്. അത് നോക്കണം. ഓക്കെ. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. സീറോ ക്ലെയിം ആണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 5 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 5 ലക്ഷത്തിന് 2019 മാഗ്ന പ്ലസ് ആണ്. എലൈറ്റ് ഷേപ്പ്. ഈ ഒരു i20 തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നോക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു വണ്ടി. മൈലേജ് ഒരു 11-14 വരെയൊക്കെ ഏകദേശം മൈലേജ് ഉണ്ടാവും. മതി. നിലവിലെന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. ഒന്നും പെൻഡിങ് ഇല്ല. ഓക്കെ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലും? അതിന് നമ്മൾ ടീം ടെക്കിന്റെ വ്യൂവേഴ്സിന് നമുക്കൊരു വണ്ടി പർച്ചേസ് സമയത്ത് ഫുൾ ടാങ്ക് ഫ്യൂവൽ നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂവൽ അല്ലേ? ഓക്കെ. നമ്മുടെ പ്രേക്ഷകർക്കാണ് ഫുൾ ടാങ്ക് ഫ്യൂവൽ കിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ ഓൾട്രോസ് ആണ് അടുത്തത്. സെയിം പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി തന്നെ. i20 ഒക്കെ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. KL 4 രജിസ്ട്രേഷനാണ്. ആലപ്പുഴ വണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത സൺറൂഫ് വരുന്ന വാഹനമാണ് അല്ലേ? അതെ. XMS ആണ് പേര്. ഈ പ്രീമിയം ഹാച്ച് ബാക്കിൽ വേറെ ഒന്നൊരു സൺറൂഫ് ഇല്ല അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 മോഡല്. 24 കിലോമീറ്റർ ആകെ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. അതെ. 3 വർഷം വാറണ്ടി നിലവിലുള്ള വണ്ടിയാണ്. 27 വരെ ഉണ്ടാവും. പുതിയ B2B ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. വേറെ നിലവിൽ സീറോ ക്ലെയിം, വേറെ ഒന്നുമില്ല. ഒരു വർക്കുമില്ല. നല്ലൊരു അടിപൊളി മൈലേജ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11-14 റേഞ്ചൊക്കെ കണ്ടാൽ മതി. വെയിറ്റ് ഉള്ള വണ്ടിയാണ് നല്ലതല്ലേ? ഓക്കെ. അപ്പോൾ 5000 കിലോമീറ്റർ മാത്രം ഓടിയ അണ്ടർ ഷോറൂം വാറണ്ടി ഉള്ള വണ്ടി. എത്ര കൊടുക്കാൻ നമുക്കിത്? 6,75,000 രൂപ. 6,75,000. പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ട്? 9,45. 3 ലക്ഷത്തിൻ്റെ മാറ്റം വന്നു കഴിഞ്ഞാൽ വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. XMS ആണ് ഓപ്ഷൻ. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതുകൂടാണ് സൺറൂഫും വരുന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം ലോണും കയറും.
ഇത് നമുക്ക് 6 ലക്ഷം വരെ 6.5 നമുക്ക് ലോൺ ചെയ്യാം. 6 വരെ കിട്ടും. 6 വരെ കിട്ടും. ഓക്കെ, നേരത്തെ കണ്ട i20 മാക്സിമം കിട്ടൂല. 90% ലോൺ ചെയ്യാം. ഈ പറയുന്ന പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കസ്റ്റമർ വരുന്ന സമയത്ത് ചെറിയ നെഗോസിയേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? i20 എല്ലാ വണ്ടിക്കും ചെയ്യാം. ലാസ്റ്റ് വരെ അല്ല പറയുന്നത്, നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം. അടുത്ത പ്രീമിയം ഹാച്ച് ബാക്ക് പോളോ, Volkswagen പോളോ KL 30 രജിസ്ട്രേഷൻ വണ്ടി. ഇത് ചെയ്തതല്ലേ, സ്റ്റിക്കർ ചെയ്തതല്ലേ? ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡല്. 19. ഓക്കെ, 1.5 ഡീസലാണ് വാഹനം. ഓക്കെ, 1.5 ഡീസൽ എന്ന് വെച്ചാൽ പവറും മൈലേജും ഒത്തിണങ്ങിയ വണ്ടിയാണ്. നല്ല അടിപൊളിയിൽ എടുത്ത് പോകാൻ പറ്റും. പിന്നെ 18-20 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80,000. 19 അല്ലേ? കപ്പ് എഡിഷനാണ്. കപ്പ് എഡിഷനാണ്. കംഫർട്ട് ലൈനിൽ കപ്പ് എഡിഷൻ. കംഫർട്ട് ലൈനേ വരുള്ളൂ. കപ്പ് എഡിഷനിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടി പോലെ ഇറക്കിയാണ്. പക്ഷേ അഡീഷണൽ സ്കേർട്ടിങ്, സ്പോയിലർ, അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസും ചെയ്തിട്ടുണ്ട് അല്ലേ? കപ്പ് എഡിഷനിൽ ഓൾറെഡി അലോയ്സ് കമ്പനി വരുന്നുണ്ട്. പക്ഷേ ഇത് മാറ്റി ചെയ്തിട്ടുണ്ട് അവർ. ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് എന്തായാലും വണ്ടി. കിലോമീറ്റർ 80,000. 19 1.5 ഡീസൽ. പ്രോപ്പർ സർവീസ് ആണ്. ഫുൾ ഷോറൂം മെയിൻറ്റൈൻഡ് ആണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാ? തേർഡ് ഓണർഷിപ്പ് ആണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ചെറിയ ബമ്പർ റീപ്ലേസ്മെന്റ് ഉണ്ട്. മേജർ ആയിട്ടൊന്നുമില്ല. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? ഇത് 6,15,000 രൂപ. 6.15 2019 1.5 ഡീസൽ കപ്പ് എഡിഷൻ. കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ വരിക. കപ്പ് എഡിഷൻ പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എക്സ്ട്രാസ് കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീരിയോ ഒക്കെ കോസ്റ്റ്ലി സ്റ്റീരിയോ ആണ് ചെയ്തിട്ടില്ല. ബാറ്റ്മാൻ സ്പോയിലർ, മിറർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചോളൂ. ലോൺ എത്ര കയറില്ലേ? ലോൺ നമുക്കൊരു 5 lakhs വരെ കൊടുക്കാം. ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക്. ടാക്സി വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ്. എറ്റിയോസ് ആണ് അല്ലേ? ടൊയോട്ട എറ്റിയോസ് KL 44 രജിസ്ട്രേഷൻ. ടാക്സി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡല്. VXD ആണ് വേരിയന്റ്. ഏറ്റവും ടോപ്പിലെ ഡീസൽ. ഓക്കെ, 17. ഒറിജിനൽ കേരള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കും. ഫുൾ ടൊയോട്ട സർവീസ് ആണ്. ടാക്സിക്കാറല്ലേ, എന്തായാലും അതിന്റെ രീതി മെയിൻറ്റെയിൻ ചെയ്യും. ചോറാണല്ലേ വണ്ടി? ഓക്കെ, ടാക്സിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ CF ഓഗസ്റ്റ് 2026 വരെ. ടാക്സി ലൈഫാണ്. ഓക്കെ, ഇതുവരെ. പിന്നെ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. ഫുൾ കവർ എടുത്ത് കൊടുക്കും. കൊടുത്തിട്ടുള്ള വിലയെ പറയുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 17 മോഡലാണ്. 1,15,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. VXD ഏറ്റവും ടോപ്പിന് ഡീസൽ. ടാക്സിക്ക് പറ്റിയ വണ്ടി. 20 മേലെ തന്നെ മൈലേജ് ഉണ്ടാവും അല്ലേ? ഇപ്പം ഇത് എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല നിലവിൽ. ഒന്നുമില്ല. സർവീസ് കഴിഞ്ഞു. ടയർ 4 ബ്രാൻഡ് ന്യൂ ആണ്. ബാറ്ററി പുതിയതാണ്. ഇൻഷുറൻസും നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് ഓട്ടം പോകാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എത്ര കൊടുക്കുക ഇത് നമുക്ക്? ഇത് നമുക്ക് 6,50,000 രൂപ. 6.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 17 മോഡൽ VXD ഏറ്റവും ടോപ്പിൽ ഡീസൽ ഒറിജിനൽ കേരള എറ്റിയോസ് കൊണ്ടുപോകും. ഒരു ക്ലെയിമുള്ള ഒരു വർക്കുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഫുൾ ടൊയോട്ട ഹിസ്റ്ററി ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട സിറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റിന് തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ലേ? ഓക്കെ, KL 62 രജിസ്ട്രേഷൻ. ചെറിയ മാറ്റമല്ലോ കേട്ടോ, ഷേപ്പ് ഇത് തന്നെയാണ്. ചെറിയ മാറ്റമല്ല ഗ്രില്ലുള്ള. ഓക്കെ, സൺറൂഫ് ഉണ്ടല്ലോ. ടോപ്പല്ല VX ZX വരും. ഇതിന്റെ മേല മാനുവൽ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക്കാണ്. VX ഓട്ടോമാറ്റിക് വണ്ടി CVT. ഓക്കെ, ഏതാ മോഡല്? 2022 മോഡൽ. 22 മോഡൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ, കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3 വർഷം കൊണ്ട് നോർമൽ കിലോമീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 0 ക്ലെയിം ആണ്. ഓക്കെ, നീറ്റ് വണ്ടി. അപ്പോൾ 22 മോഡല് VX പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 11,90,000 രൂപയ്ക്ക്. 11,90. 22 മോഡലാണ്. സിറ്റി 11,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? അതെ. ഓക്കെ, മൈലേജ് ഒരു 11-13 വരെ ഒക്കെ മൈലേജ് ഉണ്ടാവും. CVT ഗിയർ ബോക്സ് ആണ്. പവറും കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷേ മൈലേജ് കുറച്ച് കുറയും. പിന്നെ എന്താ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി. അതാണ് പ്രത്യേകത. അടുത്ത വണ്ടിയിലേക്ക്. ഡിസയർ KL 3 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡല്. ഡിസയർ VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി. ഓക്കെ, 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. മേജറൊക്കെ കഴിഞ്ഞോ? മേജർ കഴിഞ്ഞിട്ടില്ല, ചെയ്യണം. 1,20,000 ചെയ്യേണ്ടത്. ഏകദേശം എത്ര കോസ്റ്റ് വരും? അത് നമ്മൾ ഷോറൂമിൽ ചെയ്യുകയാണെങ്കിൽ ആ സർവീസ് ഉൾപ്പെടെ 20,000 രൂപ. സർവീസ് ഉൾപ്പെടെ 20,000 രൂപ വരും. പുറത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000-12,000 രൂപയ്ക്ക് തീരും. അതൊക്കെ തീരും. ഓക്കെ, ഇത് സർവീസ് ഉള്ള വണ്ടിയാ? ഇത് 90,000 വരെ കമ്പനി സർവീസ് ആണ്. അത് കഴിഞ്ഞ് പുറത്തായി ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ് ഒരു 5 വർഷം മുമ്പ്. അങ്ങനെ ഇപ്പൊ എക്സ്ചേഞ്ച് വന്ന്. ഓണർഷിപ്പ് എത്ര പറഞ്ഞത്? തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, 2014 VDI ആണ്. മൈലേജ് ഉണ്ടാവുക 18-20 റേഞ്ച് മൈലേജ്. മൈലേജ്. ഓക്കെ,
എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത് എത്രയാണ്? ഇത് നമുക്ക് 3,65,000 രൂപ. 3,65,000. ഒരു 3 ലക്ഷം വരെ ലോൺ കിട്ടും. സുഖമായിട്ട് കിട്ടും, 3 രൂപ ലോൺ കിട്ടും. ഓക്കെ. നേരത്തെ കണ്ട വണ്ടിയൊക്കെ ഒരു 90% ലോൺ കയറില്ലേ? പിന്നെ റിഡ്സ് ആണ്, പെട്രോളാണ്, KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ VXI വേരിയന്റ്. ഓക്കെ. 90,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വാങ്ങും. സിംഗിൾ ഓണർ തന്നെ കിടക്കാണ്. 14 മോഡൽ 90,000 VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. എല്ലാ വർക്കിംഗ് അല്ല, ഒരു എല്ലാം വർക്കിംഗ്, നല്ല മെക്കാനിക് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അത്രയും റേഞ്ചിൽ. ടയർ ഭാഗമൊക്കെ ഒരു 80% ടയർ ഉണ്ട്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 3,25,000 രൂപ. 3,4 ലക്ഷം. 2014 സിംഗിൾ ഓണർഷിപ്പ് VXI റിഡ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2-2.25 ലോൺ കയറും. 2 രൂപ ലോൺ ചെയ്യാം. 2.5 വരെ കിട്ടും ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത 7 സീറ്റർ SUV സെഗ്മെന്റ് ആണ്. KL 2 കൊല്ലം വണ്ടി, ബൊലേറോ അല്ലേ? ബൊലേറോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡൽ B6 ഓപ്ഷനുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഫുൾ മഹീന്ദ്ര സർവീസ് ഉള്ള വാഹനമാണ്. ഓക്കെ. ഫുൾ ഹിസ്റ്ററി പോയിട്ട് ബൊലേറോ പൊതുവെ എങ്ങനെ ഒരു 14 മൈലേജ് കിട്ടും? ഇത് മറ്റേ എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. ഇത് മൈലേജ് ഉള്ള 18 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മൈലേജ് കിട്ടും. ഓക്കെ. 3 സിലിണ്ടർ വണ്ടി. 3 സിലിണ്ടർ. അപ്പോൾ അത്രയും മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. പിന്നെ ബൊലേറോ എനിക്ക് തോന്നുന്ന ഒരു ഡ്രൈവേഴ്സ് കാറാണല്ലേ ശരിക്കും? അതെ. നല്ല രസമാണ് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ആണല്ലോ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 7,40,000 രൂപ. 7.40. 2020 മോഡൽ ഫുൾ ഓപ്ഷൻ 1 lakh കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട്. ഫുൾ മേജറൊക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. ഒന്നിൻ്റെ വരെ സർവീസ് കഴിഞ്ഞിരിക്കുന്നു. ഫുള്ള് മഹീന്ദ്ര സർവീസുമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഒരു 7 അല്ല 6.25 വരെയൊക്കെ ലോൺ കിട്ടും. 6.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. വേറെ ഒരു വർക്കും ഇല്ലല്ലോ ഇപ്പോൾ? ഒന്നുമില്ല, ഒന്നും പെൻഡിങ് ഇല്ല. മഹീന്ദ്ര ഥാർ ദശ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. ഇത് എവിടുന്ന മോഡിഫിക്കേഷൻ? ഇതെല്ലാം ട്രിവാൻഡ്രം തന്നെ. ഒരു 150 കസ്റ്റമർക്ക് മുടക്കായിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒഫൻസീവായിട്ടൊന്നുമില്ല. എല്ലാം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. സ്റ്റോക്കും ഉണ്ട് അല്ലേ കയ്യിൽ? ബമ്പർ ഗ്രില്ല് നമുക്കെല്ലാം ഒറിജിനൽ കൊടുക്കാം. സ്റ്റോക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡല് 4x4 ഡീസൽ മാനുവൽ. 23 ഏറ്റവും ടോപ്പ് ആണ്, ഹാർഡ് ടോപ്പ് വാഹനം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല, 0 ക്ലെയിം. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ വാറണ്ടി 26 വരെ ഉണ്ടാവും. 26 ജനുവരി വരെ വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു മാസം. അപ്പോൾ പെട്ടെന്ന് എടുത്താൽ ജനുവരി 16 തീയതി വരെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 14,50,000 രൂപ. 14.5 ലക്ഷം. 4x4 ഡീസൽ മാനുവൽ കാർ അല്ലേ? ഓക്കെ. പുതിയ ഏകദേശം എത്ര ഉണ്ട്? 19 രൂപ ഓൺ ദ റോഡ്. 19 രൂപ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ അഡീഷണൽ ഒരു 1 lakh ഫിറ്റിക്സ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ലുക്കേ മാറി. പിന്നെ ഈ കളറും റെയർ കളർ അക്വാമറൈൻ എന്ന് പറയുന്നത് കളർ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എന്തായാലും വിളിക്കാം അല്ലേ? അതെ. ഓക്കെ. എത്രയിനിപ്പോൾ ലോൺ എത്ര കിട്ടാൻ? ലോൺ നമുക്കൊരു 13 ലക്ഷം രൂപ വരെ അറേഞ്ച് ചെയ്യാം. 13 കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും മഹീന്ദ്ര തന്നെ. മഹീന്ദ്രയുടെ 7 സീറ്റർ എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ ഏറ്റവും തരംഗമായ വണ്ടി അല്ലേ? അതെ. മഹീന്ദ്ര സ്കോർപിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. ഇത് ഇറങ്ങേണ്ട ക്ലാസിക്, പിന്നെ ന്യൂ ഓൾ ന്യൂ എന്ന് പറഞ്ഞു. ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ആരാധകർ ഒന്ന് വേറെ തന്നെയാണ്. അതെ അല്ലേ? KL 35 പാലാ രജിസ്ട്രേഷൻ ആണിത്. ഇത് റിയായതാ? ഇതിപ്പോൾ നമ്പർ ആയതാ. ഇങ്ങോട്ട് നമ്പർ ആയ വണ്ടിയാണ്, റിയായതാണ്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ഒരു റെയർ വണ്ടി എന്ന് തന്നെ പറയാം. 4 വീലാണ്, ഓട്ടോമാറ്റിക് ആണ് വാഹനം. 4 വീൽ ഓട്ടോമാറ്റിക് സ്കോർപിയോ, അതും ഈ ഷേപ്പ് ക്ലാസിക്. ഓക്കെ. മോഡൽ ഏതാ? 2015 മോഡൽ. 15. ഓക്കെ. വേറെ കിലോമീറ്റർ 132 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഉള്ള വാഹനമാണ്, കമ്പനി സർവീസ് ഉണ്ട്. ഇതിപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്തതാണ്? ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഗ്രില്ല് മാറിയതാണ്. ഓക്കെ. അത് പുതിയ എംബ്ലം വരുന്ന ഗ്രില്ല് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ ഇത് ഇറങ്ങുന്നില്ല? സെയിം ഷേപ്പ് തന്നെ. സെയിം ഷേപ്പ് തന്നെ. സെയിം ഷേപ്പ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ക്ലാസിക്കാണ് പറഞ്ഞ ഷേപ്പ് തന്നെ. അതെ. ഓക്കെ. ബാക്കി വേറെ റീപ്ലേസ്മെന്റ്സ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടം 132 സർവീസ് ഒക്കെ ഉണ്ടോ? പക്ക സർവീസ്. ഷോറൂം. 4x4 ഓട്ടോമാറ്റിക് അല്ല? 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. 2015 മോഡൽ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ. ഗ്രില്ല് ഹെഡ്ലൈറ്റ് എല്ലാം ഒറിജിനൽ തന്നെ. ഓക്കെ. ഗ്രില്ല് മാത്രം. ഓക്കെ. 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 എത്ര രൂപ ചോദിക്കുന്നത്? ഇത് 8 ലക്ഷം രൂപ. 8 ലക്ഷത്തിന് 15 4x4 ഓട്ടോമാറ്റിക് ഡീസൽ സ്കോർപിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 6 രൂപയൊക്കെ ചെയ്യാം.
6 മാറിയതാണ്. ഇനി നിങ്ങൾ പേപ്പർ ഒന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് ഷെവർലെ ടവേറ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയ ഒരു വണ്ടി തന്നെയാണ്. എന്താ പറയുക, പിന്നെ KL1 രജിസ്ട്രേഷനുമാണ്. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ സീറ്റ് കവറൊക്കെ ലേശം നല്ല ബാക്കി നീറ്റാണ്. ഇതിൻ്റെ മെയിൻ പണി പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ അവസ്ഥ എന്താ? നിലവിൽ അങ്ങനെ റെസ്റ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നിലവിൽ അതിൻ്റെ പാച്ച് വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എവിടെ പോയിട്ട് ടവയർ എടുക്കുമ്പോൾ ആദ്യം ആ മാറ്റ് മൊത്തം ഒന്ന് പൊക്കി നോക്കുക. ചിലപ്പോൾ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയിലുണ്ടാവും. തൊടിയത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് 2015 മോഡലാണ്. 15 8 മാസം വണ്ടി. നിയോ 3 എന്ന് പറയും. LS. ഓക്കെ, ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് അവർ ജെനുവിനിറ്റി നമുക്ക് പറയാം. കാരണം സർവീസ് ഹിസ്റ്ററി ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് വണ്ടിയുടെ ഒരു കണ്ടീഷനും വെച്ചിട്ട് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ പറഞ്ഞതാണ്. നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? 4 യോക്കോഹാമയുടെ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. പുതിയ ടയേഴ്സ് ആണ്. എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. ഒന്നും ചെയ്യാനില്ല. മേജറൊക്കെ കഴിഞ്ഞ സർവീസ് എല്ലാം കഴിഞ്ഞ ദിവസമാണ്. ഓക്കെ, ഷെയറിലേക്കൊക്കെ ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കിട്ടും. ഇപ്പോൾ ടാക്സി പർപ്പസ് ഒക്കെ എടുക്കുന്നവർക്ക് അറിയാം അതിനെ പറ്റിയിട്ട്. ഇത് ഒറിജിനൽ പ്രൈവറ്റ് ആട്ടോ. ഇത് പ്രൈവറ്റ് ആണ്. ഞാൻ പറയാണ്, ടാക്സിയിലേക്ക് മാറുകയാണെങ്കിൽ തന്നെ പറഞ്ഞാൽ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 15 മോഡൽ. നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷത്തിന് ഒരു ടവേറ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഫുൾ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോണ് ചാൻസ് ഇല്ലല്ലോ? ലോണ് ശ്രീറാം കൊടുക്കുന്നുണ്ട്. ഫിനാൻസുകൾ കൊടുക്കും. ശ്രീറാം ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എത്ര? ഒരു 3 ലക്ഷം 3 ലക്ഷം വരെ നമുക്ക് ട്രൈ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ക്രെറ്റ KL1. തിരുവനന്തപുരം വണ്ടി തന്നെയാണ്. കൂടുതലും തിരുവനന്തപുരം തന്നെ എടുക്കുന്നത്. കൂടുതൽ നമ്മൾ പർച്ചേസിങ് അവിടെയാണ്. തിരുവനന്തപുരം, പാല. നമ്മുടെ വടക്കോട്ട് മലബാറിലൊക്കെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് തന്നെയാണ് കൂടുതലും. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2018 മോഡല് ക്രെറ്റ SX 1.6. SX. ഓക്കെ, ടോപ്പിന്റെ താഴേക്ക് വരുന്ന ഓപ്ഷനാണ് അല്ലേ? 1.6 ഡീസൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഹുണ്ടായി സർവീസ് തന്നെ. ഫുൾ സർവീസ്. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്രെറ്റ ഡീസലാണ്, പക്ഷേ 1.6 ആണ്. മൈലേജ് ഒരു 14 വരെ 15 വരെ ഒക്കെ 16 കിട്ടോ? ലോങ്ങിലാണ് പറയുന്നത്. ടൗണിൽ എങ്ങനെയായാലും 11 12 കണ്ടാൽ മതി. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 9 ലക്ഷം രൂപ. 9 ലക്ഷത്തിന് 2018 SX ഡീസൽ 1.6 മാനുവൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാണ്. ഫുൾ സർവീസ് ഹ്യുണ്ടായി സർവീസ് പോയ വാഹനമാണ്. അപ്പോൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ആ ക്വാളിറ്റി, ആ ജെനുവിനിറ്റി എല്ലാം ചെക്ക് ചെയ്യണം. കറക്റ്റ് ഇത് ഫുൾ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. 0 തൊട്ട് 1-18 വരെ കമ്പനിയിലുണ്ട്. ഓക്കെ, നമുക്കൊരു 8 ലക്ഷം ലോൺ ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. 7 ഷുവറായിട്ട് കിട്ടും. 7.5 കിട്ടും. എന്താണ് ഷുവറായിട്ട് കിട്ടും. ബാക്കി പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1 to 1.5 ലാക്ക് കണ്ട ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. വേറെ സ്റ്റോക്കുകൾ ഇനി വരാനുണ്ടോ? വണ്ടി വളരെ പോളിഷിങ്ങിലൊക്കെ കിടപ്പുണ്ട്. നമുക്കൊരു കൊറോള അൾട്ടീസ് വരാൻ കിടപ്പുണ്ട്. താറ് വരാൻ കിടപ്പുണ്ട്. ഓക്കെ, അതുപോലെ 2-3 ബ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. കോൺടാക്ട് ചെയ്താൽ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കാണാമല്ലോ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.